ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളും ആക്രോശങ്ങളും ഈ നിലയിലാണ്. പല ഘട്ടത്തിൽ അദ്ദേഹം തെരുവിലിറങ്ങി നമസ്കാരത്തിനിറങ്ങി. ഇന്ന് കൊല്ലത്ത് നമ്മൾ കണ്ട ദൃശ്യം എന്താ? വാഹനത്തിൽ നിന്നിറങ്ങി സമാധാനപരമായി റോഡരികത്ത് നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വാഹനത്തിൽ നിന്നിറങ്ങി അവരുടെ നേരെ ചെല്ലുകയാണ് ആക്രോശിച്ചുകൊണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിച്ച് ഒരു ആക്രമണ സംഭവത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥിതി വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഒരു തരത്തിലും ഒരു സംയമനവും പാലിക്കാതെ തന്റെ പദവിയുടെ മഹത്വം ഉൾപ്പെടെ മറന്നുകൊണ്ട് സർവകലാശാലകളുടെ ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് വളരെ ജെന്യുവനായിട്ടുള്ള വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ഈ ഈ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഏത് പൗരനും അവകാശമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ മനുഷ്യരും ഇന്ന് രാജ്യത്തും ലോകത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവയൊക്കെ പുതുമയുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു സംശയം ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രി വരുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ സുരക്ഷ ഒരുക്കുന്നത്? അപ്പോൾ എനിക്ക് മാത്രം എന്താണ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് അത്തരം സുരക്ഷ ലഭിക്കുന്നില്ല എന്ന് കരുതിയാണോ അദ്ദേഹം പ്രധാനമന്ത്രിയെയും അമിത്ഷായും ഒക്കെ വിളിച്ചപ്പോൾ കേന്ദ്രം ഇടപെടേണ്ടി വന്നില്ലേ? അല്ല, അദ്ദേഹത്തിന് എവിടെയാണ് ഏത് തരത്തിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്? ഈ ഘട്ടം വരെ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പലകുറി സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോളുകൾ ലംഘിക്കുന്ന നിലയിലേക്ക് പെരുമാറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഗവർണറല്ലേ. ഈ സുരക്ഷാ പ്രോട്ടോകോളുള്ള അദ്ദേഹം ഈ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ടല്ലേ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് പ്രതിഷേധക്കാർക്ക് നേരെ നടന്നു കയറി ചെല്ലുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നിപ്പോ അവിടെ ഒരു ചായക്കടയിൽ വീടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഒക്കെ തയ്യാറാകുന്നത് എല്ലാ സുരക്ഷാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണറാണ്. അദ്ദേഹത്തിന് ഈ ഘട്ടം വരെ ഒരു സുരക്ഷാ ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അക്രമാസക്തമായി പോകുന്ന നിലയിലേക്കോ ഒന്നുമല്ലല്ലോ. ജനാധിപത്യപരമായി റോഡരികിൽ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ, പ്ലക്കാർഡുകൾ, ബാനറുകൾ, കൊടികൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് സർവകലാശാലയുടെ ചാൻസലർക്കെതിരെയാണ്. അദ്ദേഹം ചാൻസലർ പദവിയിൽ ഇരുന്ന് സർവകലാശാലകളെ തകർക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള, വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശവും ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അവകാശത്തെ വിനിയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ. നമുക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉയർന്ന സംശയം പൊതുജനങ്ങൾക്കും ഉണ്ടാവില്ലേ? മുഖ്യമന്ത്രിക്ക് നേരെ KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് ചേരാത്ത തരം പ്രതിഷേധവും അക്രമ സംഭവങ്ങളും ഒക്കെയായി അതിന് രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നു ഒരു വശത്ത്. മറുവശത്ത് ഇത്തരം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു വശത്ത് ഒരു റോഡ് അരികിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സമരമാണ്. അപ്പോൾ നേരത്തെ ഇത്തരം സമരങ്ങൾ നടക്കുമെന്നറിയാം, പോലീസിന് അതിനുള്ള അറിയിപ്പുണ്ടായിരിക്കാം, എന്നിട്ടും അത് തടയാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഇതില് പൊതുജനം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊതുജനം എങ്ങനെ ചിന്തിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുജനത്തിന്റെ മുഴുവൻ വക്കാലത്തും ഈ ബഹുമാനപ്പെട്ട അവതാരക ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ പൊതുജനം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പൊതുജനത്തിന്റെ മുഴുവൻ അഭിപ്രായം അവതാരികയുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞു വെക്കേണ്ടതില്ല. മൊത്തം പൊതുജനത്തിന്റെ വക്കാലത്ത് ബഹുമാനപ്പെട്ട സി ന്യൂസിന്റെ അവതാരൊക്കെ എടുക്കേണ്ടതില്ല. ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളിലൊക്കെ FIR രജിസ്റ്റർ ചെയ്തിരുന്നോ? കേസെടുത്തിരുന്നോ? എന്തെങ്കിലും അന്വേഷണം നടത്തിയിരുന്നോ? KSU പ്രവർത്തകർക്കെതിരെ ഉടനടി കേസെടുക്കാനും അവരെ ജയിലടക്കാനും കാണിച്ച ആവേശമൊന്നും ഇവിടെ കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇരട്ടത്താപ്പല്ലേ? മാഡം, ഒരു ഇരട്ടത്താപ്പില്ല. കഴിഞ്ഞ ദിവസം ഈ ചാൻസലർക്കെതിരായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ പോയ SFIയുടെ 7 പ്രവർത്തകര് 1 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് കഴിഞ്ഞ് ജയിൽ മോചിതരായത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ 1 മാസക്കാലം ജയിലിൽ കിടന്ന ഒരു KSU പ്രവർത്തകനെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ നിങ്ങളൊന്ന് കാണിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ നിലക്കുള്ള ഒരു ഇരട്ടത്താപ്പും ഇല്ല. ഞങ്ങൾ ഈ സമരം സമാധാനപരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ജെന്യുവനായിട്ടുള്ള സമരമുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിതിനകത്ത് വേറൊരു ഭാഷ ചമയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ ചാൻസലർ ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത് പോലെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണ ഞങ്ങൾ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടല്ല
ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മാത്രം പിന്തുണയും കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ പിന്തുണ മാത്രമാണ് ഈ സമരത്തിന് ആവശ്യപ്പെട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ സമരത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സമരം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷയും ഒരുക്കി തന്ന് ആ നിലക്കുന്നല്ല എസ്എഫ്ഐയുടെ സമരം അങ്ങനെയല്ല. ഞങ്ങൾ അങ്ങനെ സമരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇന്നിപ്പോ കൊല്ലത്ത് അറസ്റ്റിലായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി നിൽക്കണം. അവർ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഈ പറഞ്ഞ ആളുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന നിലയുണ്ടാവും, റിമാൻഡ് ചെയ്യപ്പെടുന്ന നിലയുണ്ടാകും, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഈ നിലയ്ക്ക് അതിന്റെ മറ്റൊരു ഭാഷ്യം ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്തായാലും വിലപ്പോകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.